പ്രിയപ്പെട്ടവരെ, മാതാവിനെ നമ്മൾ പല പേരുകളിൽ നാമത്തിൽ അറിയപ്പെടാറുണ്ട്. നിത്യസഹായ മാതാവ്, ലൂർദ് മാതാവ്, ഫാത്തിമ മാതാവ്, വേളാങ്കണ്ണി മാതാവ്, വ്യാകുല മാതാവ്. ഈ വ്യക്തിപരമായിട്ട് എനിക്ക് മാതാവിനെ വിളിക്കാൻ തോന്നുന്ന നിസ്സഹായ മാതാവ് എന്നാണ്. എടുത്തു പറയത്തക്ക അത്ഭുതങ്ങളൊന്നും തന്നെ മാതാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതായിട്ട് ഞാൻ വായിക്കുന്നില്ല. മാതാവിൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയി കഴിയുമ്പോൾ മാതാവിനോടും അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പലപ്പോഴും തോന്നാറില്ല. മാതാവിനെ പഠിച്ചൊരു പാഠം, അത്ഭുതങ്ങളൊന്നും നടന്നില്ല എങ്കിലും ദൈവം അറിഞ്ഞിട്ടാണെങ്കിൽ അനുവദിച്ചിട്ടാണെങ്കിൽ സംഭവിച്ചതിനൊക്കെ ധ്യാനപൂർവ്വം സ്വീകരിക്കാനുള്ള വലിയൊരു മനസ്സ് അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. ഗബ്രിയേൽ ദൂതനിലൂടെ ഒരു പ്രത്യേക വിളി കിട്ടിയതായിട്ട് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. ദൈവത്തിൽ നിന്നാണ് തൻ്റെ വിളി എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദാസി എന്ന് ഒറ്റ പ്രാവശ്യം പറഞ്ഞ് അത് നിത്യമായ ഒരു സമർപ്പണമായിരുന്നു. ഇനി ഒരിക്കലും പിന്തിരിഞ്ഞു നോക്കുന്നില്ല. പിന്നെ ഉണ്ണിയുടെ ജനനം, അതിനുശേഷം ഈശോ ഔസേപ്പിതാവിൻ്റെ മരണം, ഈശോയുടെ പരസ്യ ജീവിതം, ഈശോയുടെ പീഡാനുഭവം, ഇതിനൊക്കെ സാക്ഷ്യം വഹിച്ച് കുരിശിലെ ഈശോയും അതിനു മുമ്പിൽ നിൽക്കുന്ന മാതാവിനെ കാണുമ്പോഴാണ് പലപ്പോഴും എനിക്ക് മാതാവിനെ നിസ്സഹായ മാതാവെന്ന് വിളിക്കാനായിട്ട് തോന്നുന്നത്. സ്വന്തം മകൻ കുരിശിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത്തിരി വെള്ളം പോലും കൊണ്ടുപോയി കൊടുക്കാനായിട്ട് അമ്മയ്ക്ക് സാധിക്കുന്നില്ല. കരങ്ങൾ കൂപ്പി മാതാവ് കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്നു. മേരി ഈസ് ദ വൺ ഹു അണ്ടർസ്റ്റുഡ് എന്ന് പറയാറുണ്ട്. സ്റ്റുഡ് അണ്ടർ ദ ക്രോസ് ആൻഡ് അണ്ടർസ്റ്റുഡ് ജീസസ്. ഈശോയുടെ കുരിശിന് ചുവട്ടിൽ നിന്ന് ഈശോയെ കൃത്യമായിട്ട് മനസ്സിലാക്കിയുള്ള മാതാവ് സ്ത്രീയെ പോലെ തൻ്റെ ജീവിതത്തിലുണ്ടായവയൊക്കെ അഭിമുഖീകരിച്ചു. ഈശോ ആണിനെ പോലെ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചവനെയൊക്കെ ധ്യാനപൂർവ്വം സ്വീകരിക്കാനായിട്ട് തയ്യാറായി. തകർച്ചയോ സഹനമോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ പോലും വേദനയുണ്ടാവും. എങ്കിലും പരാജയപ്പെടാതെ ധൈര്യപൂർവ്വം മാതാവിനെ പോലെ അഭിമുഖീകരിക്കാനുള്ള കരുത്തും ബലവും നമ്മളെല്ലാവരും സ്വന്തമാക്കാൻ ശ്രമിക്കാം. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, അത്ഭുതങ്ങളിലൂടെ അപ്പം ഉണ്ടാക്കിയല്ല ഉണ്ണിയെയും ഔസേപ്പിതാവിനെയൊക്കെ ശുശ്രൂഷിച്ചത്, പരിപാലിച്ചത്. കഠിനാധ്വാനം ചെയ്തിട്ട് തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അധ്വാനിച്ച് ജീവിക്കുക, ജീവിത പങ്കാളിയെ ശുശ്രൂഷിക്കുക, ഉണ്ണിയെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവശക്തിയെ വളർത്തിക്കൊണ്ടുവരിക. സാധാരണക്കാരായ മനുഷ്യരൊക്കെ ചെയ്ത പ്രവൃത്തികൾ ചെയ്ത് എന്നിട്ട് അമ്മ പറയുക, ശക്തനായ എനിക്ക് വലിയ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രഗീതം ആലപിക്കുന്നുണ്ട്. ദൈവം അറിഞ്ഞിട്ടാണെങ്കിൽ അനുവദിച്ചിട്ടാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ ഞാനും ധ്യാനപൂർവ്വം സ്വീകരിക്കും. അങ്ങനെ ഈ ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി നിത്യതയിലേക്ക് മാതാവ് പ്രവേശിച്ചു എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നു. മാതാവിൻ്റെ ധൈര്യവും ബലവും നിർഭയത്വവും നമുക്കെല്ലാവർക്കും ബലവും കരുത്തും ഈ ഒക്ടോബർ മാസം പ്രത്യേകം നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി.